വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കള്ളക്കണക്കിലൂടെ ഫണ്ട് തട്ടിപ്പും ദുരുപയോഗവും നടത്തുന്ന LDF സർക്കാരിൻ്റെയും ദുരന്തബാധിതർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുന്നതിൽ അലംഭാവം കാട്ടുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും ചെറുപുഴയിൽ നടന്നു. DCC നിർവാഹക സമിതി അംഗം KK സുരേഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ഈ ദുരന്തത്തെ സഹായിക്കുന്നതിന് കോൺഗ്രസ് പാർലമെന്റിൽ പ്രതിഷേധിക്കുന്നുണ്ട്. കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിൽ കൊടുക്കുന്നത് കള്ളക്കണക്കുകളാണ്. ഇന്നിപ്പോ ഈ കണക്കുകൾ ആരാ പുറത്തു കൊണ്ടുവന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾ കണക്കുകൾ പുറത്തു കൊണ്ടുവന്നപ്പോ ഇന്ന് മുഖ്യമന്ത്രിയും അതുപോലെ ബന്ധപ്പെട്ട റവന്യൂ മന്ത്രിയും അതുപോലെ ഇന്ന് റിയാസൊക്കെ എന്താ പറയുന്നത്? ഇത് ഞങ്ങൾ കേന്ദ്രത്തിന് പൈസ കിട്ടാൻ വേണ്ടി കൊടുത്ത കണക്കെന്നാ പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട കേരളത്തിലെ കേരള ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഈ ദുരന്തത്തിന് ലഭിച്ച പണത്തിൽ നിന്ന് പോലും കോടിക്കണക്കിന് രൂപ വെട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന് മാധ്യമ പ്രവർത്തകർ ഇവിടെ പുറത്തു കൊണ്ടുവന്നപ്പോ ഒരക്ഷരം ഉണ്ടാകാൻ കഴിയുന്നില്ല. അവിടെ ഭക്ഷണം കൊടുത്തു, നമ്മുടെ കോൺഗ്രസിന്റെയും KMCCയുടെയും അതുപോലെ മറ്റ് യുവജന സംഘടനകളൊക്കെ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുക്കുമ്പോ അന്ന് KMCCയുടെ പ്രവർത്തകർ ഭക്ഷണം കൊടുക്കുമ്പോ അത് നിർത്തിവെപ്പിച്ചു. റിയാസ് പോയി പറഞ്ഞു അത് കൊടുക്കണ്ട. എന്താ ഇതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായില്ലേ? ഭക്ഷണം കൊടുത്തതിന് കോടികൾ, ഒരു ശവശരീരം മറവ് ചെയ്യുന്നതിന് 75,000 രൂപ, അതുപോലെ ജനറേറ്ററിന് കോടികൾ. അവിടെ VIP വന്നതിന് നിങ്ങൾ മനസ്സിലാക്കണം, പ്രധാനമന്ത്രി അവിടെ വന്നു, VIPകൾ മുഖ്യമന്ത്രി വന്നു. ഈ VIPകൾ ദുരന്ത ഭൂമിയിൽ വന്നതിന് 8 കോടി രൂപ ചെലവായി എന്ന് കേരള സർക്കാർ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി അവിടെ വന്നിട്ട് അവിടെ എന്തെങ്കിലും ഗുണമുണ്ടായോ? പ്രധാനമന്ത്രി അവിടെ വന്ന് ജനങ്ങളെ കണ്ടു, മാധ്യമങ്ങളുടെ മുമ്പിൽ വലിയ ഫോട്ടോ എടുത്ത് പത്രങ്ങളിലും അതുപോലെ മീഡിയകളിലും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന് വേണ്ടി ഒരുപാട് ഫോട്ടോകൾ അദ്ദേഹം കൊടുത്തു എന്നല്ലാതെ 1 രൂപ അദ്ദേഹം ഇന്ന് സഹായം പ്രഖ്യാപിച്ചില്ല. എന്നിട്ട് അതിന് 8 കോടി രൂപ സർക്കാർ കൊടുക്കേണ്ടി വന്നു. ദുരന്ത ഭൂമിയിൽ VIP വന്നതിന്, അവിടെ പാലം ഉണ്ടാക്കിയതിന്, റോഡ് ഉണ്ടാക്കിയതിനൊക്കെ കോടിക്കണക്കിന് രൂപ ഭക്ഷണം കൊടുത്തതിന്. ഇന്നലെ ഞാൻ TV-യിലൊരു ന്യൂസ് കണ്ടു. നമ്മുടെ കേരള വിഷൻ പ്രവർത്തകർ ഇന്നലെ ആ ദുരന്ത ഭൂമിയിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ, ബെഡ്, അതുപോലെ മറ്റേ പുതപ്പ്, അതുപോലെയുള്ള സാധനങ്ങളുമായി ഇന്നലെ കേരള വിഷന്റെ പ്രവർത്തകരുടെ പോയി. ആ കൊടുത്ത സാധന സാമഗ്രികൾ ഈ പാവപ്പെട്ട ദുരിതമനുഭവിച്ചവർക്ക് സാധനം കൊടുത്തതിന് 10 കോടിയാ സർക്കാർ എഴുതി വെച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിക്കൊണ്ട് കേരള ഗവൺമെന്റ് മുമ്പോട്ട് പോകുമ്പോ ഇത് സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനവും UDF-ഉം ഏറ്റെടുക്കുന്നു. ഈ ഒരു വെട്ടിപ്പ് നടത്താൻ, വയനാട് ദുരന്തത്തിന്റെ പേരിൽ വെട്ടിപ്പ് നടത്താൻ ഒരു സർക്കാരിനെ ഞങ്ങൾ അനുവദിക്കില്ല. മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷനായി. A ബാലകൃഷ്ണൻ, ജോൺ ജോസഫ് തയ്യിൽ, M കരുണാകരൻ, ലളിത ബാബു, രേഷ്മ V രാജു, KD പ്രവീൺ, തോമസ് കൈപ്പനാനിക്കൽ, PP ബാലകൃഷ്ണൻ, പ്രണവ് കരേള തുടങ്ങിയവർ സംസാരിച്ചു.